ഹലോ ഗായ്സ്, ഡിസ്പ്ലേ സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളിവിടെ മോബ് ഫാം ഉണ്ടാക്കി. ഈ എപ്പിസോഡ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം വിട്ടുപോയി. നമ്മളിവിടെ ബോൺവിൽ ചെയ്യാണ്ടായിരുന്നു. ഈ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ ചെയ്യാം. ഞാൻ അവിടുന്ന് കിട്ടിയ കുറച്ച് ബോണ് കൊടുന്നു. നമുക്ക് ഇവിടെ ഫുള്ളൊന്ന് ബോൺവിൽ ചെയ്ത് സെറ്റാക്കാം. കുറച്ച് പച്ചപ്പൊക്കെ വന്നാൽ രസവും ഒന്ന് ടോപ്പിലുണ്ടായി കൂടെ ഇതേമാതിരി ഒന്നതാ പിടിയും. അപ്പോൾ സെറ്റായി. ഒന്ന് കാണിച്ചു തരാം. ഇത് വന്നപ്പോൾ തന്നെ ഒരു മാറ്റം കണ്ടില്ലേ. നമുക്ക് ഇവിടുന്ന് ആണ്ട് ഒരു പാത്തും കൂടി കണക്ട് ചെയ്യണം. നമുക്കൊരു പാലമാരി എന്തെങ്കിലും സെറ്റ് ചെയ്യണം. നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പാത്ത് റെഡിയാക്കാം. നമുക്ക് ഷവലില്ല, ഞാനൊരു ഷവൽ ക്രാഫ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഒരു ക്രാഫ്റ്റിൻ്റെ ഉണ്ടാക്കിയാണ്ട് നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഉണ്ടായി, ഞാൻ എടുത്തുകൊണ്ടായതേനു. ഒരു ഷവൽ ക്രാഫ്റ്റ് ചെയ്തു. നമുക്ക് ഇവിടെ നിന്ന് പാത്രം സെറ്റ് ചെയ്യാം. ചിരിച്ചാണ് നേരെ ഈ ഗ്ലാസൊക്കെ കൂട്ടി ചെയ്യുക. അപ്പോൾ പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യം റെഡിയാക്കാം. നമുക്ക് ഇത് തന്നെ മതിയാവും. ഇത് തന്നെ മതി. കൂടി റെഡിയാക്കി എന്നിട്ട് അവിടെ നിന്നാണ്ട് പാല് സെറ്റ് ചെയ്താൽ നമുക്ക് ഭാവി റെഡിയാക്കാം. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിൽ കുറേ ബിൽഡൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ മാപ്പൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. മാപ്പ് പോയി നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അത്രയും അയണ് നമ്മൾ നിൽക്കുന്ന ഇടയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഈ പാത്തൊന്ന് എനിക്ക് റെഡിയാക്കാണ്ട് അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ റെഡിയാക്കിയുണ്ട്. ലാൻഡാണൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മാപ്പ് പോയി അപ്ഡേറ്റ് ചെയ്യാം. മാപ്പ് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ പേര മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ മാപ്പ് എടുത്താണ്ട് ഫുള്ളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോഴാണ് നമ്മളെ മോബ് ഫാർമുള്ള അവിടെ മൈനിങ് ഏരിയയും മറ്റേതും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മളവിടെ ബ്രീഡറുണ്ട്. അപ്പോൾ ഈ മാപ്പ് ഞാൻ എടുത്തപ്പോൾ റെഡിയായി. അയൺ ഫാമും മൈനിങ് ഏരിയ ഒക്കെ ഇതിൽ തന്നെ സെറ്റാണ്. മൈനിങ് ഏരിയയും മറ്റേ ഷീപ്പ് ഫാർമും അയൺ ഫാമും പാലൊക്കെ റെഡിയാണ്. ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ മാപ്പ് എടുത്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യണം. ഇത് ചിലപ്പോൾ ആണ്ട് പോകേണ്ടി വരും. ഇത് നമുക്ക് ആണ്ട് പോകണം, നല്ല അപ്ഡേറ്റ് ആവുള്ളൂ, ലോഡ് ആവുള്ളൂ. പിന്നെ അതേമാതിരി നമ്മളെ ബ്രീഡർ ചിലപ്പോൾ ഈ മാപ്പ് കയറാം. അപ്പോൾ അതൊന്ന് പോയേക്കാം. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഈ മാപ്പ് അപ്ഡേറ്റ് ചെയ്യണം. അതിലത്രേ കാണാനുള്ളൂ. അതിൽ പിന്നെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ നമുക്ക് ബ്രീഡർ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ബ്രീഡർ നമുക്ക് ആണ്ട് പോകണം. വന്നിട്ടും അപ്ഡേറ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് മാപ്പ് മാറി പോകുന്നതാണ്. അതന്നെയാണ് മാപ്പ് മാറിയതാണ്. മാപ്പ് മാറി പോകും. അപ്പോൾ ഞാനതവിടെ മാപ്പ് പോയി മാറ്റി കണ്ട് വന്നിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. മാപ്പ് അപ്ഡേറ്റ് ചെയ്ത് പോകും. അതാണ് മേലെയും മറ്റേത് അടിയിലും ഞാൻ അതും കൂടി എടുത്തിനും. ഇവിടെയാണ് ബ്രീഡർ എടുക്കുന്നുണ്ട്. നമ്മൾ മോബ് ഫാർമ് ഇത് ചെറുതായിട്ടേ കാണുള്ളൂ. നമുക്ക് അവർക്ക് കറുപ്പ് മാത്രമേ കാണാനുള്ളൂ, ബാക്കിയൊക്കെ ഉള്ളിലല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ വേൾഡ്. ഏകദേശം അത്ര പ്രോഗ്രസ് നടന്നു. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ബിൽഡ് ചെയ്യാണ്ട് നമുക്ക് ചെയ്യണം. വരുന്ന എപ്പിസോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാം നമുക്ക് സെറ്റാക്കണം. ഡ്രാഗനൊക്കെ കൊല്ലാൻ പോകണ്ട്, റെഡിയാക്കാണ്ട് ഇതുള്ളത് ഇറങ്ങി ഫോട്ടോസൊക്കെ പോയി സെറ്റ് ചെയ്യണം. മോബ് ഫാർമിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ അവിടെ തിരി ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വന്നാണ്ട് ഓഫ് ക്യാമറയിൽ കുറച്ച് പണിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ ആണ്ട് അങ്ങനെ മൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ടാബ്ലറൊക്കെ വെച്ചു, കുറച്ച് സ്പേസൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതേമാതിരി വുഡൊക്കെ വെച്ച് ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടിക്കണം. പിന്നെ അടിയിൽ നമുക്കിനി വേറെ ബ്ലോക്ക് വെച്ചാണ്ടൊന്ന് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. വുഡൊക്കെ വെച്ച് ഞാൻ മാർക്ക് ചെയ്ത് സെറ്റാക്കിയാണ്. പിന്നെ അതേമാതിരി സ്റ്റോണ് കിട്ടാൻ വേണ്ടി കുറച്ച് കോബിൾ സ്റ്റോണ് നിരത്തി നമ്മുടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചോണം. അതിൽ നിന്ന് കുറച്ച് കോബിൾ സ്റ്റോൺ എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റോൺ ബ്രിക്ക് ഉണ്ടാക്കണം. ബ്രിക്ക് ഉണ്ടാക്കിയാണ്ട് ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കുക. മൈനിങ്ങിന് പോയി അപ്പോൾ ഒരു ഡയമണ്ടൊക്കെ കിട്ടി നമുക്ക്.
ലാവ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു, അപ്പോൾ കണ്ടതാണ്. ലാവ വെച്ചാണ് ഞാൻ നോക്കിയത്. ഇത് നമുക്ക് ക്രീപ്പറൊക്കെ ചാടി വരുന്നുണ്ട്. സംഗതി വർക്കിംഗ് ആണ്, ഒരു പ്രശ്നമില്ല. വില്ലേജ് സോംബി വില്ലേജർ എത്തി. നമുക്ക് പോലെ ക്യൂർ ചെയ്യണം, അതാണ് നമ്മളെ ലക്ഷ്യം. മെയിൻ ലക്ഷ്യം അതാണ്. അതുപോലെ നമുക്ക് ക്യൂർ ചെയ്താണ്ട് സെറ്റ് ചെയ്യണം. ഞാൻ അതിനുള്ള സെറ്റപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ആദ്യം പോലെ മൈനിങ് ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ. ഞാൻ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ആദ്യം പോലെ തലിൻ്റെ മേലെ നമ്മൾ ബ്ലോക്ക് വെച്ചാണ്ട് അടക്കണം, അല്ലെങ്കിൽ സോംബി മേലൊക്കെ വന്നാണ്ട് നമുക്ക് പണി വരും. പിന്നെ നമ്മൾ മൈൻകാട്ട് വെച്ചാണ്ട് പുറത്ത് വെച്ചാണ്ട്, അല്ലെങ്കിൽ ബോട്ടോ എന്തെങ്കിലും പുറത്ത് വെച്ചാണ്ട് ബ്ലോക്ക് ഒട്ടിച്ചാൽ ഒരു നേരെ അതിലാണൊന്ന് കയറിക്കോളും. പിന്നെ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്താണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതാ തുറന്നിട്ട് കൊണ്ട് ഒരാൾ വന്ന് കയറി, മറ്റാൾ വന്ന് കയറി. അതേമാതിരി നമ്മൾ സെറ്റ് ചെയ്തിടണം. ഒരു തെറ്റ് പറ്റി. നമ്മളിവിടെ ഡിസ്പോണാക്കി നമ്മുടെ അടുത്ത് ഇതില്ലല്ലോ, പോഷൻ ഉണ്ടാക്കി കൊണ്ടുവരണം. അതേപോലെ ഗോൾഡ് ആനപ്പം വേണം. അപ്പോൾ ബേസ് പോയി എടുത്തുകൊണ്ടിരുമ്പോഴത്തേന് വലിയ ഡിസ്പോണായി പോകും. അതൊരു പ്രശ്നമാണ്. ബേസ് പോയി എടുത്തുകൊണ്ടിരണം. ഇവിടെ കൈക്കൊരു ബ്ലോക്ക് കൊടുക്കാൻ പറ്റുമോ? അവിടെ ബ്ലോക്ക് കൊടുത്താൽ അതിന് വലിയ ഡിസ്പോൺ ആവില്ല. നോക്കട്ടെ എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോയെന്ന്. പറ്റണില്ല ഗൈസ്, ഒരു ബ്ലോക്കൊന്നും വാങ്ങണില്ല, എടുക്കണില്ല. വല്ല മൈൻകാട്ടിലിരുന്നുകൊണ്ടാന്ന് തോന്നുന്നു, എടുക്കണില്ല. ഞാൻ ഇവിടെയുള്ള ബ്ലോക്ക് പൊട്ടിച്ച് അവിടെ എന്നാലും നമുക്ക് അതേമാതിരി ഇത് വർക്കാവുള്ളൂ. സ്പൈഡറൊക്കെ ഉണ്ട്. നമ്മൾ എത്ര സ്പൈഡർ കൊണ്ട് ഇതാക്കിയാലും സ്പൈഡറൊക്കെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്. എഫിഷ്യൻ്റ് തന്നെയാണ് കുറേ. ഇനി ബേസ് പോയിട്ട് സെറ്റ് ചെയ്തൊക്കെ ഇനി അടുത്ത ആൾ വരുമ്പോൾ അതിന് നമുക്ക് റെഡിയാക്കി വെക്കാം. പോഷനും വേണം, അതേമാതിരി ഗോൾഡൻ ആപ്പിളും വേണം. ഞാൻ നോക്കി നിന്നിട്ട് കാര്യമില്ല, ബലം എന്തായാലും ഡിസ്പോൺ ആവും. ഞാൻ അതൊന്ന് ഒപ്പിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ബേസിലെത്തട്ടെ. ഗൈസ്, ഞാൻ ബേസ് പോയി വന്നപ്പോഴത്തേക്കും ഒരു ഡിസ്പോണായി. ബേസ് പോയി വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നമുക്ക് പോഷൻ ഉണ്ടാക്കണമെങ്കിൽ ബ്രൂൺ സ്റ്റാൻഡ് വേണം. ബ്രൂൺ സ്റ്റാൻഡ് ഉണ്ടാക്കണമെങ്കിൽ ബ്രേസ് റോഡ് വേണം. ബ്രേസ് റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും വില്ലേജിൽ നിന്ന് കിട്ടണം, എന്നാലേ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബ്രൂൺ സ്റ്റാൻഡ്. അപ്പോൾ അതിന് നമുക്ക് നെതർക്കും പോകേണ്ടി വരും. അപ്പോൾ ബ്രേസിന് വന്നാലേ നമുക്ക് ബ്രേസ് റോഡ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഒന്നിപ്പോൾ മൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്തുകൊണ്ട് ഡയമണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ആർമറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നേരെ ഇന്ത്യക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ത്യക്കല്ല, നെതർക്ക് ഇറങ്ങിയാണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടുപിടിച്ചാണ്ട് ബ്രൂൺ സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ബ്ലേസിനെ കൊന്നാലേ നമുക്ക് ബ്രൂൺ സ്റ്റാൻഡ് ഉണ്ടാക്കാനൊക്കെ ഒരു മൈൻഡാവുള്ളൂ. അപ്പോൾ ബേസിനെ പോയി കൊല്ലണം. അപ്പം ഫോട്ടോസ് പോയി കണ്ടുപിടിച്ചണം. അപ്പോൾ നെതർക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് സ്റ്റോൺ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടുത്തെ ഫുൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മൈനിൽ നേരെ പോവാം. ഒരു കൈക്കുള്ള ഫുള്ള് ഞാൻ സ്റ്റോൺ ബ്രിക്ക് ആക്കിയാണ്. നമുക്ക് ഫുള്ള് ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ ഫുള്ള് ഞാൻ ഈ മതിൽ ഫുള്ള് വെച്ചുകൊണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് ഫുള്ളും ഇവിടെ വെച്ചു. സ്റ്റോൺ ബ്രിക്ക് ഫുള്ളും വെച്ചിട്ടുണ്ട്. മുമ്പ് റൂഫ് സെറ്റ് ചെയ്യണം. റൂഫിൽ ഞാൻ പോസ്റ്റ് സ്റ്റെയർ കേസ് ഉണ്ടാക്കിയാണ്ട് ഇങ്ങനെ വെക്കാം. സ്റ്റെയർ കേസ് നമുക്കിങ്ങനെ ഫുള്ള് ഇങ്ങനെ ഈ വുഡ് വരുന്നിടത്ത് ഫുള്ള് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഈ വുഡ് വരുന്നിടത്ത് അത് ഫുള്ളും വെച്ചുകൊണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഫുള്ളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രൻസിൻ്റെ ഒരു പണിയും കൂടി ചെയ്യാണ്ട് ഇവിടെ നിന്ന് ഒരു സെറ്റാക്കാണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനതാ ഫുള്ള് വെച്ചിട്ടുണ്ട്. ഞാനതാ സ്റ്റെയർ കേസും ഇങ്ങനെ ഫുള്ള് തലത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈറ്റ് വെക്കണം, ബ്ലോക്ക് വെക്കണം. ആദ്യം ഗ്രൗണ്ടും അതേമാതിരി ഞാൻ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നമുക്ക് ലൈറ്റ് ബ്ലോക്ക് കൂടി വന്നാൽ സംഗതി സെറ്റാവും. ഞാൻ പിന്നെ ഇവിടുത്തെ പണി എടുക്കാൻ തന്നിട്ടില്ല. ഞങ്ങൾക്ക് മൈനിങ്ങിന് പോവാം. ഇവിടുത്തെ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ അതവിടെ എത്തി. ഞാൻ മൈനിങ്ങിന് പോവാം. നേരെ മൈനിങ്ങിന് പോണ്. കുറച്ച് ഡയമണ്ട് നമ്മളെ ബേസിലുണ്ട്. അപ്പോൾ ഒരു കുറച്ചും കൂടി ഡയമണ്ട് മതി. അത് ഫുള്ളൊന്നും കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ഇനി ഒന്നും നോക്കാറില്ല. അപ്പോൾ നേരെ മൈനിങ്ങിന് ഇറങ്ങാണ്. അതാ ഇവിടുത്തെ ക്രാഫ്റ്റിംഗ് ടൈപ്പ് എടുക്കാൻ നമുക്ക് ആവശ്യം വരും. പിക്കേഴ്സ് പൊട്ടാനായിരിക്കും. ഞാൻ അടിയിലെത്തി. ഈ ബ്ലോക്ക് ഞാൻ ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് മൈൻ ചെയ്ത് പോവാം. കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് വേണം, നമുക്ക് മൈൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ.
ഞാനിങ്ങനെ മൈൻ ചെയ്ത് പിന്നെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ മൈനിങ് ഭയങ്കര ബോറിങ് ആയിരുന്നു. ഞാൻ ഡയമണ്ട് പിക്കേഴ്സ് ഇല്ലാതെ നടക്കില്ല. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പോയിട്ട് ഒരു 2 സ്മിത്തിന് ഉണ്ടാക്കിയാണ്ട് ട്രേഡ് ചെയ്യാം. നമുക്ക് പിക്കേഴ്സ് വരുമല്ലോ, പിക്കേഴ്സ് നമുക്ക് വാങ്ങാം, അത് നല്ലത്. അപ്പോൾ ഒരാളുണ്ടാക്കിയാൽ നമുക്ക് അയൺ സിസ്റ്റന്മാരുണ്ട്. അപ്പോൾ അയൺ കൊടുത്തുകൊണ്ട് നമുക്ക് എമറാൾഡ് ട്രേഡ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം എമറാൾഡ് കിട്ടും. അപ്പോൾ നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാനല്ല വാങ്ങാനുള്ള എമറാൾഡൊക്കെ കിട്ടും. ഒരു 2 സ്മിത്ത് ഒരാളാക്കാം. ഇത് പൊട്ടിച്ചുകൊണ്ട് നമുക്കിവിടെ 2 സ്മിത്ത് വെക്കാം. ഇത് ഇതാ ഇവിടെ ഇങ്ങനെ ട്രേഡ് എന്താ നോക്കാം. നമുക്ക് കുറച്ച് കോള് വേണം. കോളാണ് ഫസ്റ്റ് ട്രേഡിലൊക്കെ ആണെങ്കിൽ കുറച്ച് റിസ്ക് ആവും. ഞാൻ കുറച്ച് കോൾ ഒപ്പിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. കോൾ ഒപ്പിച്ചാലും കോളില്ല പൈസയിൽ. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്തൊരു 6 എമറാൾഡ് ഉണ്ട്. 6 എമറാൾഡ് നമുക്ക് ഇത് വാങ്ങി വെക്കാം. എത്ര ആവും നോക്കാം. ഇത്ര ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി കോൾ കുറച്ച് മൈനിങ്ങിന് ഇറങ്ങേണ്ടി വരും. ഞാൻ കുറച്ച് കോൾ ഒപ്പിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ക്യാരറ്റ് എടുത്താണ്ട് മോനെ ഇതാക്കാൻ പറ്റും. നമുക്ക് ബേസിലുണ്ടോ ഒന്ന് ക്യാരറ്റ് പോയാകട്ടെ. എനിക്ക് നമുക്ക് ബോൺമീൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ഒപ്പിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് എമറാൾഡ് വാങ്ങാമല്ലോ. കുറച്ച് ബോൺമീൽ എടുക്കട്ടെ അവിടെ പോയിക്കാണ്ട്. ഞാൻ അത് ഇവിടെ നിന്ന് ബോൺമീൽ എടുത്തു. 20 ബോൺ എടുത്തുക്കണം. ബോൺമീലാക്കിയാണ്ട് കുറച്ച് ക്യാരറ്റ് നമുക്ക് ബോൺമീൽ ചെയ്യാം. ഞാൻ അതവിടെ എത്തി. ഞാൻ ബോൺമീൽ ചെയ്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ക്യാരറ്റ് ഫുള്ള് എത്ര കിട്ടണമെന്ന് വെച്ചാൽ അത്രയും ബോൺമീൽ ചെയ്യട്ടെ. ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. ഇത് നമുക്ക് ഒരു ഇതുകൂടി ട്രേഡ് ചെയ്താൽ നമുക്ക് അൺലോക്ക് ആവും. അപ്പോൾ ഒരു കോൾ ഒപ്പിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോറി ലീസർ. അപ്പോൾ നമുക്ക് കോള് 15 ആക്കിയാലേ നമുക്ക് സെറ്റ് ആവുള്ളൂ. ഞാൻ കോൾ ഒപ്പിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബേസിൽ 1 ഉണ്ട്. അല്ലെങ്കിൽ മൈനിങ് ആയിട്ട് പോകണം. ഞാൻ എത്തിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ബേസിൽ നിന്ന് 3 കോൾ കിട്ടി. ബാക്കി ഇത് ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ മൈൻ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ 26 കോൾ കിട്ടിയണം. അത് മതി. ഒരു ട്രേഡ് ഉള്ളൂ. നേർക്ക് പോടാ. അപ്പോൾ ഒരു ട്രേഡും കൂടി ഉള്ള മതി നമുക്ക്. അപ്പോൾ അതിന് അൺലോക്ക് ആവും. അവൻ്റെ 2ാമത്തെ ലെവലാവും. ഇവിടെ ടൂൾസ് ചെയ്ത് 2ാമത്തെ ലെവലായി. നമുക്ക് ട്രേഡ് ചെയ്യാം. ഇനി അടുത്തത് നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം പിടിച്ചെന്നുള്ളൂ. അപ്പോൾ അടുത്ത നേരെ വെയിറ്റ് ചെയ്യാം. ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അൺലോക്ക് ചെയ്തു. 6 ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് അയൺ ഇഷ്ടംമാരുണ്ട്. കുറച്ച് അയണും കൂടി എടുത്തുകൊണ്ട് വരാം. എൻ്റെ കൈക്കുള്ള കഴിഞ്ഞു. അയണി കിട്ടിയിട്ടുണ്ട്. ബ്ലോക്ക് കണക്കിൽ ഇരിക്കുകയാണ്. ഈ സ്റ്റാക്ക് എടുക്കാം. ഇപ്പോൾ തൽക്കാലത്തിന് വാങ്ങി നമ്മൾ എടുക്കാം. അതവിടെ എത്തി. പിക്കേഴ്സ് 19 കൊടുക്കുന്നുണ്ട്. ചവലുണ്ട്. ചവല് വേണ്ട നമുക്ക്. ചവല് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ട്രേഡ് ചെയ്താൽ മാസ്റ്ററായി. പിക്കേഴ്സ് 19 നമ്മുടെ 25 എമറാൾഡ് ഉണ്ട്. അത് വാങ്ങി നേരെ മൈനിങ്ങിനായിരിക്കും പോട്ടെ. ഇനി താങ്ക് യു മാൻ, താങ്ക് യു. ഞാൻ നേരെ മൈനിങ്ങിലേക്ക് പോട്ടെ. ഇനി അപ്പോൾ ഞാൻ ഫുള്ള് മൈൻ ചെയ്തുകൊണ്ട് വരാം. നമുക്ക് എത്ര ഡയമണ്ട് കിട്ടിയെന്ന് നോക്കാം ലാസ്റ്റിക്ക്. ഞാൻ മൈനിങ്ങിന് പോട്ടെ. അപ്പോൾ ഞാൻ മൈനിങ്ങിന് പോയി വന്നു. എൻ്റെ പിക്കാക്സിൻ്റെ ഡ്യൂറിറ്റി ഉണ്ടോ ചുവപ്പായിക്കണം. 21 ഡയമണ്ട് കിട്ടി. അപ്പോൾ അത്രയും ഞാൻ കുഴിച്ച് അത്ര കിട്ടിയിട്ടുള്ളൂ. എന്നാലും അത് മതി നമുക്ക് ഫുൾ സെറ്റ് ഡയമണ്ട് ആമർ ഉണ്ടാക്കാൻ. ഡയമണ്ട് കിടക്കണ്ട ഡയമണ്ട്. അപ്പോൾ ഞാൻ ബേസിലെത്തിയിട്ട് നമുക്ക് ഫുള്ള് സെറ്റ് ആർമറും ഇതൊക്കെ ഉണ്ടാക്കാം. അത് ഈ സൈഡ് ഫുള്ള് കുഴിച്ച് പോയി. അത് അൽക്കെത്തിയപ്പോൾ ലാവൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് ഇതിൽ കൂടെയും കുഴിച്ചു. ഇവിടെ ഫുള്ളായിട്ടില്ല. ഇവിടെ കുറച്ച് കുഴിച്ചപ്പോൾ പിന്നെ അത്യാവശ്യം കിട്ടി. ഈ സൈഡിൽ നിന്നാട്ടോ കുറേ കിട്ടിയത്. ആ സൈഡിൽ നിന്ന് ആകെ 3 കിട്ടിയിട്ടുള്ളൂ. ആകെ 3 ആ സൈഡിൽ നിന്ന് അത്രയും കുഴിച്ച് പോയിട്ട് കിട്ടിയത്. ഈ സൈഡിൽ നിന്ന് വെച്ച് കുറേ കിട്ടി. ബാക്കിയുള്ളൊക്കെ ഈ സൈഡിൽ നിന്ന് കിട്ടിയത്. അതിന് തന്നെ ഈ സൈഡ് കുഴിച്ച് പോയതിനും. ഞാൻ ബേസ് എത്തിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ബേസിലെത്തി. നമുക്ക് ഇവിടെ ഉള്ള ഡയമണ്ട് കൂടി എടുക്കാം. ഇവിടെ 12 ഡയമണ്ട് ഉണ്ട്. അപ്പോൾ 33 ഡയമണ്ടായി. നമുക്ക് ഓരോ ആർമറായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. ലെൻസ്, ബൂട്ട്,
ഒക്കെ ഉണ്ടാക്കി. ബാക്കി ഇനി നമുക്കൊരു സോളും ഉണ്ടാക്കാം, അതേമാതിരി ഒരു ആക്സും ഉണ്ടാക്കാം. ഒരു ആക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് വേണ്ട, പിക്കാക്സ് ഓൾറെഡി കയ്യിലുണ്ടല്ലോ. അപ്പോൾ ബാക്കി 4 ഡയമണ്ട് ഉണ്ട്. ആ ഡയമണ്ട് നമുക്ക് എടുത്തേക്കാം. ഇനി ഭാവിയിൽ ആവശ്യം വരും എങ്ങനെയാലും. ഇൻവെൻറ്ററി കണ്ടെങ്കിൽ എത്രങ്ങാനും ബ്ലോക്കാണ്, അത്രയും ഞാൻ മൈൻഡ് ചെയ്ത് തോന്നുന്നു. അതാ ഡയമണ്ട് അതുപോലെ തിളക്കം കണ്ടാ. അപ്പോൾ ഡയമണ്ട് ആർമറിയിലേക്കായി. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെതർക്ക് ഇറങ്ങാം. ഫോട്ടോസ് കണ്ടുപിടിച്ചാൽ പറ്റുന്നുണ്ടെങ്കിൽ നെതർക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ശരി, ടാറ്റാ, ബൈ ബൈ.